അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഈ മാസം 21-നാണ് ശിക്ഷാവിധി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രനാണ് സ്വർണ്ണമാല തട്ടിയെടുക്കാനായി വിനീതയെ കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. കേസിൽ കോടതി വിധി പ്രസ്താവിച്ചിട്ടില്ല. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി 7 റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനുള്ള റിപ്പോർട്ട് അടക്കമാണ് തേടിയത്. 2022 ഫെബ്രുവരി 6-നാണ് തിരുവനന്തപുരം നഗരത്തെ നടുക്കി അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജോലിക്കാരി വിനീത കൊല്ലപ്പെട്ടത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല സ്വന്തമാക്കാനായാണ് രാജേന്ദ്രൻ കൊല നടത്തിയത്. ഓൺലൈൻ ട്രേഡിങ്ങിനുള്ള പണം കയ്യിലില്ലാതെ വന്നതോടെ മോഷണവും കൊലപാതകവും നടത്താൻ ഇറങ്ങുകയായിരുന്നു. ചെടി വാങ്ങാനെന്ന വ്യാജേന പ്രതി വിനീതയ്ക്ക് മുന്നിലെത്തുകയായിരുന്നു. ചെടി വാങ്ങാനല്ല, മാലയിലാണ് കണ്ണെന്ന് കണ്ടതോടെ വിനീത ബഹളം വെച്ചു. തുടർന്ന് പിടിവലിയായി. ഇതോടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തി വീഴ്ത്തുകയായിരുന്നു. കുത്താൻ ഉപയോഗിച്ച കത്തി കുളത്തിൽ ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ച് ഉള്ളൂരിലെത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി പേരൂർക്കടയിൽ എത്തുകയായിരുന്നു. പേരൂർക്കട സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള ചായക്കടയിലെ ജീവനക്കാരനായിരുന്നു രാജേന്ദ്രൻ. സ്വർണമാലയുമായി രക്ഷപ്പെട്ട പ്രതിയെ 2022 ഫെബ്രുവരി 11-ന് തിരുനെൽവേലിക്ക് സമീപമുള്ള കാവൽ കിണറിൽ നിന്നുമാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ രാജേന്ദ്രൻ പേരൂർക്കടയിലെ ചായക്കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് വിനീതയെ കൊലപ്പെടുത്തിയത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സൈബർ ഫോറൻസിക് തെളിവുകളും സാഹചര്യ തെളിവുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കേസിൽ 96 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD ഉൾപ്പെടെ 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു.